കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഉമ്മാന്റെ പാട്ട് ഒന്ന് കൈയടിച്ചോളി. മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ എഴുത്തും പാട്ടും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വരികളും പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഒരു വൃദ്ധസദനത്തിന്റെ മുമ്പ് കൊണ്ട് വണ്ടി നിർത്തി. അപ്പൊ അവിടുന്ന് ചോദിച്ചു, എന്തിനാ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു. ഇനി മുതൽ നിങ്ങളെ വീട് ഇതാണ്. നമ്മുടെ അഞ്ഞൂറാം ദിവസം അസ്സലാമു അലൈക്കും. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നത് എവിടെ അറിയോ? നമ്മുടെ കോഴിക്കോട് കാപ്പാടുള്ള സ്നേഹതീരം അതിഥി മന്ദിരത്തിലേക്കാണ്. ഇവിടെ നമ്മളെ വൃദ്ധസദനത്തിൽ കുറേ ഉപ്പമാരി, ഉമ്മമാരി, അമ്മമാരി, അച്ഛന്മാരി എല്ലാവരെയും കൊണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ ഒരു ദിവസം അവരെ കൂടെ കൂടാന്ന് വിചാരിച്ചു വന്നതാണ്. എന്താ വർത്താനോ? ആരുമില്ലേ? ഒറ്റക്കുള്ളൂ. എല്ലാരും അവിടെ ഇറക്കി പോകുന്നതാ. അപ്പൊ അവിടെ വെക്കായില്ല. അങ്ങോട്ട് പോകും. ഇതാണ് നമ്മളെ സ്നേഹതീരത്തിന്റെ ബോർഡ്. കാപ്പാട് ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലം വരുന്നത്. ഇതാണ് നമ്മളെ പ്ലേസ്. നിങ്ങൾ ഫേമസ് ആവും. ഇതാണ് നമ്മളെ മോയിക്കലുള്ള 2 യൂട്യൂബേഴ്സ്. ഗ്ലാമർ താരം. എന്താ പാട്? ഇതാണ് ഇങ്ങനെ ഇടിയടിച്ച മാതിരി ഇരിക്കുന്നത്. നമ്മളിപ്പോ കനിവിലല്ലേ ഉള്ളത്. നമ്മൾ അതിന്റെ ആ ഒരു ഇതുവാണല്ലോ. സൈലന്റ് ആയി നിൽക്കണം. തുന്നൽക്കാരത്തി എന്താ പാട്? സുഖല്ലേ? ഏത് വീഡിയോ? അടിപൊളിയായി. പാട്ടാണ്. ഞാൻ പൊന്തി പോയി. അല്ല മുബി ആന്റിന്ന് വിളിക്കണ അങ്ങനല്ലേ? പോലെ അല്ലേ, വലിയ സ്നേഹമാണ് അദ്ദേഹത്തിന്. അപ്പോ ഇൻഷാ അല്ലാഹ് അവര് നമുക്ക് വേണ്ടി നല്ലൊരു മിമിക്രി വീഡിയോ ഒക്കെ വേണ്ടി എടുത്തോളി, വൈറലാവും. എന്റെ സ്വദേശം കോട്ടയം. എന്റെ വലത്തെ കാല് ഞാൻ ചെറിയ തോതിൽ പോലെ എല്ലാവരും ഒന്ന് കൈയടിച്ച് സന്തോഷം. ഇത് നമ്മുടെ അഞ്ഞൂറാം ദിവസം ജീവിച്ച എനിക്കും കൊള്ളാം, എന്റെ പിള്ളേർക്കും കൊള്ളാം. ഞാൻ തിരിച്ചു വരുത്തുമ്പോൾ നമ്മുടെ നമ്മുടെ വിജയരാഘവന്റെ അച്ഛൻ്റെ നിങ്ങൾ പറയുന്നത് കോളം കണ്ട കോളം പൊക്കിനെ കണ്ടാൽ
ജനാർദ്ദന പൊന്നപ്പനാ പൊന്നപ്പൻ ചിന്നപ്പനാ പൊന്നപ്പനാ ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളാണ്. പുള്ളി പ്രസംഗിച്ചാൽ നമുക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. നരേന്ദ്രമോദി മയിൽപ്പീലി കണ്ണുകൊണ്ട് കൽവിന്റെ കടലസിമാത്തിലെ പാട്ട് കുറിച്ചവനെ പാട്ടിന്റെ ചിറകിന് പരിമളം പൂശുന്ന പനനീർ പൂവിന്റെ പേരെന്ത് മുഹബത്ത് മുഹബത്ത് മൈനെ പറ്റില്ല അവൾ കാലത്തെനിക്കുല മുട്ടമടിക്കു പതിനൊന്നുകൂലാന്ന് കൊല്ലാനോ പാടില്ല നല്ലാനോ പാടില്ല മായിലെ മോളായിപ്പോ മായിലെ മോളായിപ്പോ കാലൊക്കെ കായ്ക്കുന്ന നാടിന്റെ മതിമൂന്ന് ഒരു കുലം തിരിവരുവാനായി നനടകയിൽ മുട്ടുകിയേ മുന്തിരിടുവാൻ പവാട വേണം നെടാട വേണം പഞ്ചാര പണിഞ്ഞിരിക്കി കോട്ടക്കാട്ടിലെ മമ്മതി കാക്കല് കൊമ്പം നീശ അതി കണ്ടി പേരി പാത്തുമാമ പാത്തുമാമ ചെങ്ങായി നന്നായി പിന്നെന്താ പ്രശ്നല്ലേ? വേണ്ട കളി വേണ്ട വേണ്ട ദീനം കാട്ടുക വേണ്ട വേണ്ടയ്ക്ക് ഇത്തരവാട്ടിൽ വന്നൊരു നാൾ മുതൽ ഓരോ കുറ്റമതനും പറച്ചലും പൊടിച്ചലും പൊട്ടിപ്പിലാക്കലും മുട്ടമയിന്ന് സഹിക്കാനാകൂല. ആരെങ്കിലും വന്നാൽ അമ്മ കെട്ടും ദശയും മേലെ നാത്തൂനോതിയിടും പല ഭീഷണിയും മറ്റുള്ളവരെ മുന്നിൽ എന്നെ കെട്ടുകയും മറ്റുള്ളവരെ കെട്ടിക്കൂട്ടിയലട്ടുകയും തുള്ളുന്നു തല്ലുന്നു തല്ലും തൊഴിലിരിക്കുന്നു മാരണമനമാറ്റി നമ്മുടെ മുറികൾ ഉണ്ടാക്കി അങ്ങനെ പല പല കളികൾ പങ്കും നടത്തി കണ്ടവരിന്റെ എന്നും കുത്തി പൂച്ചൽ കഴിവിൽ കൂടിയതാക ഹലക്കെന്നും കുട്ടി ചൂളാൻ മൂളിയ ലക്ഷണമാകേറെന്നും അമ്മായും നാത്തൂനും അയൽവക്കത്തുള്ളക്കാരും പറഞ്ഞത് മുപ്പിച്ചു എന്റെ മാരനെ ഒപ്പിച്ചു. അങ്ങനെ പല പല കളികൾ പങ്കു നടത്തി കണ്ടവരെന്നെ എന്നും കുത്തി മൂന്ന് നേരവും എന്നെ പട്ടിണി കിട്ടിവർ പാടാക്കി. മിണ്ടി പോയാൽ അമ്മ കൊടുവളൊന്നും ചോറാക്കി വീട്ടിൽ മിനിയും വിളിയും ഒന്നും എനിക്കില്ലാതാക്കി. പറ്റില്ലാതെ കഴിഞ്ഞ് തന്നവർ എന്നെ സീപ്പാക്കി കേലാക്കി മാലാക്കി എന്നും പാടാക്കി കമ്പരം എത്തിച്ചു എന്നിൽ കമ്പലം എത്തിച്ചു. അങ്ങനെ പല പല കളികൾ പങ്കു നടത്തി കണ്ടവരെന്നെ എന്നും കുത്തി. വേണ്ട കളി വേണ്ട വേണ്ട ദീനം കാട്ടുക വേണ്ട വേണ്ടെങ്കിൽ ഞാനിപ്പം പൊയ്ക്കോളാം. ഇത്തരവാട്ടിൽ വന്നൊരു നാൾ മുതൽ ഓരോ കുട്ടികളും പറച്ചലും നൊടിച്ചലും പൊട്ടിപ്പിടച്ചലും ഒട്ടുമയിന്ന് സഹിക്കാനാകൂല. ഈ പാട്ട് വരികളൊക്കെ പാട്ട് കേട്ട് മനസ്സിലാക്കും എന്തൊക്കെ പാടിയ പാട്ട് മനസ്സിലായി. അമ്പിളിച്ചേരുള്ള ഇമ്പനാടാവുള്ള ഇമ്പത്തരുളിയ പൂമുത്ത് ഹജറ ഭൂമിയിലിറങ്ങി ആകന്റെ തങ്കപ്പൂ അരികെറുണ്ടങ്കപ്പൂ പൂമായി ഹജറ നീലക്കുളത്തിലെ നീൽപ്പരപ്പിൻ നീയലിലും അമ്പിളിക്കടലുള്ളിലെ
ഉദ്ഘാടകനായി വരാൻ പോകുന്ന മമ്മാലിയാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു പ്രോഗ്രാമിലേക്ക്, ഈ പ്രോഗ്രാമിന്റെ പേരാണ് നമ്മുടെ വി ക്രിയേറ്റേഴ്സിന്റെ സ്നേഹ വിരുന്നാണ് നമ്മൾ വരുന്നത്. ആ ഒരു പ്രോഗ്രാമിലേക്ക് മമ്മാലി കണ്ണൂരിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒന്ന് കൈയടിക്കും മക്കളെ. മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ, എഴുത്തും പാട്ടും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വരികളും പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഷഫീന കണ്ണൂർ, പ്ലീസ് സ്റ്റേജിലേക്ക് വരും. മമ്മലേക്കുള്ള ഒരു ഉപഹാരം കൊടുത്തു. ട്രിവാൻഡ്രം എന്ന് പറയുന്ന സിറ്റിയിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഒരച്ഛനും അമ്മയും ഒരു മകനും. ആ മകനെ ഒരുപാട് സ്നേഹത്തോടു കൂടി അവൾ വളർത്തി, വിദ്യാഭ്യാസം കൊടുത്തു, വലിയ പഠിപ്പിച്ചു, ഡോക്ടറൊക്കെ. അതിനുശേഷം അദ്ദേഹം കല്യാണം കഴിച്ചു, വിവാഹം കഴിഞ്ഞു, 2 മക്കളായി. അച്ഛനും അമ്മയും വയസ്സായി വന്നു. പിന്നീട് അവര് രോഗശൈലിയിലായി. ആ സമയത്ത് മരുമകൾ പറഞ്ഞു, അച്ഛനും അമ്മയും നമുക്ക് വേണ്ട, അവരെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവിടാന്ന് പറഞ്ഞു. പക്ഷെ സ്നേഹനിധിയായ മകൻ പറഞ്ഞു, വേണ്ട, അവരെനിക്ക് വേണം, അവരാണ് എനിക്ക് ജന്മം തന്നത്, അവരാണ് എനിക്ക് വിദ്യാഭ്യാസം തന്നത്, അവരാണ് എന്നെ എല്ലാം പഠിപ്പിച്ചത്. പക്ഷെ ഭാര്യ പറഞ്ഞു, വേണ്ട, നമ്മുടെ സ്റ്റാൻഡേർഡിന് അവരൊക്കൂല, അവര് ബെഡിലൊക്കെ മൂത്രമൊഴിക്കാണ്, അവരെ നമുക്ക് ഇവിടുന്ന് മാറ്റണം, ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടേ കളയണം എന്ന് പറഞ്ഞു. നിരന്തരമായിട്ടുള്ള ഭാര്യയുടെ ആ ഒരു അപേക്ഷ മാനിച്ച് ഭർത്താവ് അന്തീച്ചു. ഒരു ദിവസം കാറ് കയറ്റി, അച്ഛനെയും അമ്മനെയും കാറിൽ കയറ്റിയപ്പോൾ കരുതി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനോ വല്ല വിനോദയാത്രയ്ക്ക് പോകാനാണ്. പാവങ്ങൾക്ക് അറിയില്ല. കുറേ പോയിട്ട് ഒരു വൃദ്ധസദനത്തിന് മുമ്പ് കൊണ്ട് വണ്ടി നിർത്തി. അപ്പൊ അവിടുന്ന് ചോദിച്ചു, എന്തിനാ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു. ഇനി മുതൽ നിങ്ങളെ വീട് ഇതാണ്, ഞങ്ങൾ ഇടയ്ക്ക് നിങ്ങൾ വരും, ക്യാഷ് എത്ര വേണമെങ്കിലും ഞങ്ങൾ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് ചിന്തിക്കുന്നത്, എല്ലാം വെറുതെ ആയിരുന്നു. മക്കളെ പഠിപ്പിച്ചതും സ്നേഹിച്ചതും ബഹുമാനിച്ചതും എല്ലാം വെറുതെ ആയിരുന്നു. അവരെ കയ്യിലുള്ള സ്വത്തും മുതലൊക്കെ അവര് മക്കൾക്ക് എഴുതി കൊടുത്തു, ഈ മോനെ എഴുതി കൊടുത്തു. അവസാനം വൃദ്ധസദനത്തിൽ കൊണ്ടേ തള്ളി. വൃദ്ധസദനത്തിൽ ചെന്നപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്തിനാണ് ഇങ്ങോട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇവിടെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം നിങ്ങളുടെ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ക്യാഷ് ഒക്കെ കൊടുത്തിട്ടൊക്കെ അവരവിടെ നിർത്തി പോകുന്ന തൽക്കാലം. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഈ മകന് റോഡ് ആക്സിഡന്റ് ആവുകയാണ്. അതീവ ഗുരുതരമായിട്ട് ICU കിടക്കുകയാണ്. അങ്ങനെ ഈ അച്ഛനമ്മനോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോനെ ആക്സിഡന്റ് ആയിട്ടുണ്ട്, നിങ്ങളെ കാണുമെന്ന് പറയുന്നുണ്ടായിരുന്നു. വളരെ സീരിയസ് ആണ്. അതിൽ ഈ അച്ഛനും അമ്മയും പറഞ്ഞൊരു വാക്കുണ്ട്, സാരമില്ല, ഞങ്ങളെല്ലാം പുറത്ത് കൊടുക്കാം, എനിക്ക് എൻ്റെ മക്കളെ കാണണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ ICU ചെന്നിട്ട് കാണുമ്പോൾ പൊട്ടിക്കരയാണ്. ഈ മകന് തെറ്റുപറ്റിപ്പോയി. തനിക്ക് ജീവിതം തന്ന, ജീവൻ തന്ന, എല്ലാ സുഖ സൗകര്യവും തന്ന, ഇന്ന് ഈ നിലയിലെത്തിച്ച അച്ഛനെയും അമ്മയെയും ഭാര്യയുടെ വാക്കുകളുടെ തള്ളി പറഞ്ഞിട്ട് മകന് ബോധ്യമായി എല്ലാം വെറുതെ ആയിരുന്നു. അങ്ങനെ അച്ഛനോടും അമ്മയോടും ക്ഷമ ചോദിക്കും. ഇവിടെയുള്ള ആളുകൾ ആരെങ്കിലും, ഇന്ന് വന്ന ആരെങ്കിലും ആളുകൾ സ്വന്തം മാതാപിതാക്കളെ നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വേദിയിലിരിക്കാനുള്ള ഒരു യോഗ്യതയില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് തിരിച്ചു പോകാം. കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള ആളുകൾ സ്നേഹമുള്ള ആളുകളായിരിക്കണം, നന്മയുള്ള ആളുകളായിരിക്കണം, കരുതലുള്ള ആളുകളായിരിക്കണം. നമ്മുടെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ ദേ ആർ ദ വിസിബിൾ ഗോഡ്സ്. നമ്മുടെ കൺമുമ്പിൽ കാണപ്പെട്ട ദൈവങ്ങളാണ്. അവരോട് ചേ എന്നൊരു വാക്ക് പോലും നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മോട് പറയില്ല, നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണം. ഞാൻ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യാണ്, ടെക്സ്റ്റൈൽസ് ആണ്. അപ്പൊ അവിടെ പെരുന്നാൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ ഫാമിലീസ് വരും. ഭാര്യക്ക് എടുക്കും, മക്കൾക്ക് എടുക്കും. അച്ഛൻ്റെയും അമ്മൻ്റെയും അല്ലെങ്കിൽ ഉപ്പാടിയും ഉമ്മാന്റെയും പേര് അവിടെ വരില്ല. അപ്പൊ ഞാൻ ചോദിക്കും, ഓർക്ക് എടുക്കണ്ടേ? ഓർക്ക് കഴിഞ്ഞ പെരുന്നാൾക്ക് എടുത്തിട്ടുണ്ടെന്ന് പറയും. കാരണം മക്കൾ അവരെ അത്രയും ബാക്കോട്ട് തള്ളുന്ന, അവർക്ക് ലാസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും മാറി ചിന്തിക്കണം. അവരില്ലെങ്കിൽ നമ്മളില്ല. ഇന്നിപ്പോ ഈ ഭൂമിയിൽ എനിക്ക് എൻ്റെ ഉപ്പച്ചിയില്ല. അവരില്ലാത്തൊരു ബുദ്ധിമുട്ട്, ഞാൻ അത്രയും പ്രയാസത്തിലാണ്. കാരണം ഉമ്മച്ചി ഇല്ലാത്ത ജീവിതം നരകതുല്യമാണ് എന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ നിങ്ങൾ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ചേർത്ത് പിടിക്കുക. അവര് കഴിഞ്ഞിട്ട് ഈ ഭൂമിയിൽ എന്തുള്ളൂ. ഈ ഭൂമിയിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷിതാക്കളെ, മാതാപിതാക്കളുടെ സ്നേഹമാണ്, ഉമ്മച്ചിന്റെ സ്നേഹമാണ്. അതെല്ലാവരും തിരിച്ചറിയുക. എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്തായ ബുള്ളറ്റ് മാനുവിനെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ.
മമ്മാലിന്റെ നിങ്ങൾക്കറിയാം, മമ്മാലിക്ക് ചിലപ്പോൾ ഇതൊരു ചെറിയ വേദിയാവും. മമ്മാലിന്റെ പരിചയം ഉണ്ടായിരിക്കില്ല, അറിയാവുന്നവരുണ്ടാവും, കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ണൂരിന്റെ ഒരു വേടനാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന വേറൊരാളുണ്ട് മമ്മാലിന്റെ അറിയണമെങ്കിൽ. ഇപ്പോൾ സുബൈർ മാഷ കൂടെ ഒരു കഥാപ്രസംഗം നടത്തുന്ന സുബൈർ ഖാൻ അറിയാം. ഞാൻ സുബൈർ ഖാനാണ് വേറെയും പറഞ്ഞത്. നോമ്പ് തുറന്ന ലോറി പോകും, ബസ്സും പോകും, കാറും പോകും, പിന്നെ അല്ല സോറി പിന്നെ റെയിൽവേ ട്രാക്ക് പറഞ്ഞാലും നോമ്പ് അർപ്പിക്കലിന് ഒരു ഡയലോഗ് ഓർമ്മയുണ്ടാവും. ഒരു സുബൈർ മാഷ് ചുരുക്കി പറഞ്ഞ മമ്മാലി അവരൊക്കെ കൂടെയുള്ള ഒരാളാണ്. ഏതായാലും നമ്മൾ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് നമ്മുടെ ഷഫീന, സാബിറ, അസൂറ, ഒരുപാട് ആളുകൾ എല്ലാവരും ഈ കൂട്ടത്തിൽ ഇവിടെ പിന്നെ സെല്ലൊക്കെ ഉണ്ട് ഇവിടെ. അത് റാബിയ ലോസിയിലൊക്കെ എല്ലാവരും ഉണ്ട്. ഏതായാലും ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ, നമ്മുടെ സ്നേഹതീരത്തിന്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ, നമ്മുടെ ബഷീർക്കാർ, റാഷിദ്, അതുപോലെ തന്നെ നമ്മുടെ സാദിന്റെ നമ്മളോട് ഇങ്ങനെ പ്രോഗ്രാം പറഞ്ഞപ്പോൾ നമുക്ക് മാനിക്ക് അങ്ങനെ ഇന്ന് സ്നേഹത്തില് ഒരു പരിപാടി സംഘടിപ്പിക്കാന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് കോട്ടക്കല് അരന്തത്താടി നല്ലൊരു ശാന്തി തീരത്തിലേക്ക് നമ്മളൊരു പ്രോഗ്രാം 73ഓളം കുട്ടികൾ ആരാരുമില്ലാതെ വഴിയിൽ വലിച്ചെറിയപ്പെട്ട 73ഓളം കുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഇതുപോലെ കൂടണം, നമ്മളെ സഹായം ചെയ്യണമെന്നുണ്ട്. സാദി പറഞ്ഞതുപോലെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൽക്കർമ്മമാണ് ഈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കൂടിയവർക്ക് വീഡിയോ ചെയ്യുന്നവരോട് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സിനോട് ഇതൊരു ഉപദേശം. നമ്മുടെ ഈ സ്നേഹതീരത്തിന്റെ ഗേറ്റ് കിടക്കുമ്പോൾ അതിന്റെ മുന്നിൽ 2-3 വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരോട് ആരും നിങ്ങൾ കുടുംബ പശ്ചാത്തലം ചോദിക്കരുത് എന്നുള്ളത്. അതുപോലെ തന്നെ സ്നേഹബന്ധത്തിന്റെ നീരുറവ പറ്റിയ, മാധുര്യം നഷ്ടപ്പെട്ട കുടുംബ ബന്ധങ്ങള് നമ്മളാണ് അവരുടെ കുടുംബങ്ങൾ. സ്നേഹതീരത്തെ കുറിച്ച് ചിലപ്പോൾ പലർക്കും അറിയില്ലായിരിക്കും. കേരളത്തിൽ ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. സ്നേഹതീരം എന്നുള്ള പേരിൽ, കനിവിന്റെ പേരിൽ, അതുപോലെ തന്നെ മറ്റ് സ്നേഹാലയം. 9929 ഒരു വൈറ്റ് കാർ ഉണ്ട്, ഒന്ന് മാറ്റി കൊടുത്താൽ സൗകര്യമായിരുന്നു. പ്ലീസ്. നമ്മുടെയൊക്കെ ഇടയിൽ നമ്മളൊക്കെ ഇടക്കിടക്ക് നമ്മളെ മക്കളെയൊക്കെ സന്ദർശിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണിത്. കാരണം നമ്മളും ഈ പ്രായം കഴിഞ്ഞു പോകും. ഇവിടെ താമസിക്കുന്നവരുടെ അതേ പ്രായത്തിലേക്ക് വരും. അന്ന് നമ്മളെ മക്കൾ നമ്മളെ വലിച്ചെറിയാതിരിക്കണമെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു എന്നിട്ട് ബന്ധങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ എന്തൊക്കെ ആയിത്തീരുന്നതിനെ കുറിച്ചൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക. കാരണം ഇപ്പോഴേ നമ്മളെ മക്കളെ, ഇന്നത്തെ കാലം നിങ്ങൾക്കറിയാം, മാതാപിതാ ബന്ധങ്ങളും അല്ലെങ്കിൽ മക്കൾ മാതാപിതാ ബന്ധങ്ങളും ഇല്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് ഇതേ ഒരു അവസ്ഥ ഇനി ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്നും ഇതുപോലുള്ള സ്ഥാപനങ്ങളെ ഇനി വിജയിക്കാതിരിക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇത്തരം സ്ഥാപനങ്ങൾ വിജയിക്കണമെങ്കിൽ ഇതേപോലുള്ള ആളുകൾ വേണം. അതുകൊണ്ട് സ്നേഹതീരം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള ഭാരവാഹികൾ, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ചെറിയ വേദിയായിരിക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഏതാണ് സുന്ദരമായ ലോകം പറയാമോ? ഏതായിരിക്കും സുന്ദരമായ ലോകം? ഉമ്മയും ബാപ്പയും ഉള്ള ലോകമാണ്. അങ്ങനെ മാത്രം പറയാൻ പറ, അതിനേക്കാൾ ഉപരി എന്ന് പറയാനുണ്ട്. ഏതായിരിക്കും സുന്ദരമായ ലോകം? നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സുന്ദരമായ ലോകം നമുക്ക് നമ്മെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആൾക്കാരുള്ള, നമ്മുടെ വേദനകൾ കേൾക്കാനും അതിന് സാന്ത്വനമേകാനുമുള്ള ഒരു തണലുള്ള ഒരു ലോകം. അതല്ല ഏറ്റവും സുന്ദരമായ ലോകം. അതിൽ പെട്ട ഏറ്റവും വലിയൊരു വടവൃക്ഷമാണ് നമ്മുടെ മാതാപിതാക്കൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രദേശത്തെ ഏറ്റവും വലിയൊരു ലോകം, വലിയൊരു വേദി അത് ഈ സ്നേഹതീരമാണ്. അല്ലേ? അല്ലേ? ഇവിടെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, ആരെയും ഒരു നുള്ളു പോലും വേദനിപ്പിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന
ഒരു പറ്റം ആൾക്കാർ. അങ്ങനെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടോ, ഞങ്ങളെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ആഗ്രഹിച്ചു പോകുന്ന കുറച്ച് ജന്മങ്ങൾ. അപ്പൊ അവരെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ലോകം, അത് തന്നെയാണ് ഏറ്റവും സുന്ദരമായ ലോകം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം വേദികളിലൊക്കെ പോകാറുണ്ട്. തണൽ കേന്ദ്രങ്ങളിൽ, കനരി കേന്ദ്രങ്ങളിലൊക്കെ ഞാനെന്നല്ല, എന്നെപ്പോലെ ഒരുപാട് കലാകാരന്മാര് പോകാറുണ്ട്, അവരുടെ സമയങ്ങൾ ചെലവഴിക്കാറുണ്ട്. അതൊക്കെ ഒരു നന്മയുള്ള പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. സത്യത്തിൽ എല്ലാവർക്കും സ്നേഹം ലഭിക്കും, ഒരു അൺകണ്ടീഷണൽ ലവ്. നേരത്തെ പറഞ്ഞു, നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം കൊടുത്താൽ മാത്രമേ ഈ ലോകത്തും പരലോകത്തും, അല്ലെങ്കിൽ നമ്മൾ ഏത് ലോകത്ത് ചെന്നാലും നമുക്ക് ഒരു സംരക്ഷണം, ഒരു സുരക്ഷിതത്വം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആരെ സംരക്ഷിക്കണം? മാതാപിതാക്കളെ സംരക്ഷിച്ചേ. ഞാനൊരു കാര്യം പറയാം, ചെറിയൊരു സ്റ്റോറിയാണ്. ലുക്മാൻ എന്നൊരു കുട്ടി, ആ കുട്ടി എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഉമ്മയോട് ചോദിക്കും മാത്രമേ, ഉമ്മ ഞാൻ ഇന്ന് പോയി വരുമ്പോൾ ഉമ്മക്ക് എന്ത് കൊണ്ടുവരും? ഇങ്ങനെ ഞാൻ ഇന്ന് പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? നിങ്ങൾ എന്ത് ചോദിക്കാറുണ്ട് അങ്ങനെ ഉമ്മയോട്? എത്ര പേര് ചോദിക്കാറുണ്ട്? സത്യം പറഞ്ഞു കൈവന്നു. സ്വന്തം മാതാപിതാക്കളോട് എന്നും ഞാൻ ഇന്ന് വരുമ്പോൾ എന്ത് കൊണ്ടുവരും എന്ന് ചോദിക്കുന്ന എത്ര പേര് ഉണ്ടോ? ഒരു പേര്, ഒരു കുട്ടി. ഞാൻ ഇതുവരെ ഉണ്ടല്ലോ, ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഞാൻ ഡെയിലി ഉമ്മയെ കാണും, ഉപ്പയെ കാണും. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കും, എന്തെങ്കിലും. ഒരു പക്ഷേ ചെറിയൊരു കാര്യം, ഒരു 10 രൂപയുടെ കാര്യം, പക്ഷെ അത് വലിയ സന്തോഷം. അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു മുട്ടായി വേണമെന്ന് പറഞ്ഞപ്പോൾ അവരെങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരുമായിരുന്നു. അപ്പം അവർക്ക് അത് വാങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവർ വീട്ടിൽ തന്നെ അസുഖബാധിതരായിട്ടൊക്കെ കഴിയുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഒരു സാമീപ്യം, അങ്ങനെ കിട്ടുന്ന ഒരു സാന്ത്വനം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമ്മളിപ്പോൾ വൈഫുമായിട്ട് മക്കളുമായിട്ടൊക്കെ ഇടയ്ക്കിടെ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കും, പാർക്കിൽ പോകും, മറ്റുള്ള ടൂറ്, അല്ലെങ്കിൽ ടൂർ അടിക്കും. ഈ ഞാൻ പറയല്ലോ, ഞാനിങ്ങനെ പോകുമ്പോഴൊക്കെ ഉമ്മയെ വിളിക്കും, ബാപ്പ വിളിക്കും, നിങ്ങൾ വരുന്നുണ്ടോ, നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പൊ അവർ ഓക്കെ ആണെങ്കിൽ ഞാൻ അവർ കൂട്ടിയിട്ടേ പോവാറ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ തന്നെ നമ്മുടെ ലൈഫില് വിജയം ഉണ്ടാക്കും. ഇതേപോലെയാണ് ലുക്മാൻ എന്തും ചോദിക്കും, എന്ത് ഞാൻ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരണം. എപ്പോഴും ഉമ്മ പറയും, ഒന്നും വേണ്ട മോനെ, ഒന്നും വേണ്ട, എന്റെ മോൻ പോയി വാ, മോനെ പഠിച്ചവൻ സംരക്ഷിക്കുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം ഈ ലുക്മാൻ ചോദിച്ചു ഉമ്മയോട്, ഉമ്മ ഞാൻ ഇന്ന് പോവുകയാണ് ജോലിക്ക്, എന്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അന്ന് ഉമ്മ ഒരു കാര്യം പറയാം, ഇന്ന് വരുമ്പോൾ ഉമ്മ മോൻ എനിക്ക് സാധനം കൊണ്ടുവരണം. എന്താണ് ഉമ്മ കൊണ്ടുവരുന്നത്? ഇപ്പൊ സന്തോഷം, എന്തെങ്കിലും കൊണ്ടുവരണം. അപ്പൊ ഉമ്മ പറഞ്ഞാണ്, നിങ്ങൾ കേട്ട കഥയായിരുന്നു, മോൻ ഇന്ന് പോയി വരുമ്പോൾ ഉമ്മയ്ക്ക് സ്വർഗത്തിൽ നിന്നുള്ള കുറച്ച് മണ്ണ് കൊണ്ടുവരണം. അങ്ങനെ സ്വർഗത്തിലെ അല്പം മണ്ണ് കൊണ്ടുവരണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മളാണ് എന്ത് ചെയ്യും? ഇന്നത്തെ കുട്ടികളാണ് ചോദിക്കുന്നത്, ഉമ്മക്ക് എന്ത് വല്ല അസുഖം തുടങ്ങിയത് ചോദിക്കും. ലുക്മാൻ അങ്ങനെയല്ല ചെയ്യാം. ലുക്മാൻ ഉടനെ ഓടി ഉമ്മയെ നോക്കി ഉമ്മയുടെ കാൽ ചൂട്ടിലിരുന്നു. ഉമ്മയുടെ കാലിന് ചൂട്ടിൽ നിന്ന് അല്പം മണ്ണ് വാങ്ങി ഉമ്മ, സ്വർഗത്തിലെ മണ്ണ് ഞാൻ ഇവിടെ കൂട്ട് വാങ്ങാനാണ്. ഇത് തന്നെയാണ് എന്റെ സ്വർഗം. ഉമ്മയുടെ കാൽ ചുവട്ടിലുള്ള ഇതാണ് എന്റെ ലോകം, ഇതാണ് സ്വർഗം. അപ്പൊ ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം എന്ന് പ്രവാചകരോട് പറഞ്ഞു. അതുപോലെ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ ബാപ്പമാർ, അല്ലേ? അച്ഛൻ. ആ ഒരു തണല്, ഒരുപക്ഷെ ആ ഒരു വേദന, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ നമ്മുടെ മുമ്പിൽ കരയാറുണ്ടാവില്ല. നമ്മുടെ ബാപ്പമാര് അല്ലെങ്കിൽ അച്ഛൻ കൂടുതൽ മക്കൾ നമ്മൾ കരയാറില്ല, പക്ഷെ അവരുടേതായ സ്വകാര്യ ലോകത്ത് അവർ കരയുന്നുണ്ട്. ഞാനൊക്കെ അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനെ കുറിച്ച് പറയുന്നത് സ്വർഗത്തിന്റെ താക്കോലാണ്, അതിന്റെ കപാടത്തിലേക്ക് കടക്കുവാനുള്ള ചാവിയാണ് അച്ഛനെന്നാണ്. അപ്പോൾ ഈ 2 പേര് നമ്മുടെ 2 കണ്ണുപോലെ കണ്ടുകൊണ്ട്
അവരെ സംരക്ഷിക്കണം. ഞാനെന്റെ ബാപ്പയെ കുറിച്ചൊക്കെ പാട്ട് എഴുതി, ഉമ്മയെ കുറിച്ച് ഞാൻ ഒരുപാട് പാട്ട് എഴുതി, ബാപ്പയെ കുറിച്ച് ഞാൻ പാട്ട് എഴുതി. ഞാൻ ബാപ്പയെ കുറിച്ച് എഴുതി, ഞാൻ കുറച്ച് കുറച്ച് പാട്ടൊക്കെ പാടാം അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പാട്ടൊക്കെ പാടിക്കൂടെ? ഓക്കെ. ബാപ്പയെ കുറിച്ച് ഞാൻ എഴുതിയത്, ബാപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്, ഭാവി വാർത്തെടുക്കാനായി ഉള്ളിൽ കൊള്ളും കനല്, ബാപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്, ബാക്കി വെച്ച സ്നേഹത്തിൻ അറിയാത്ത പൊരുള്. ഇങ്ങനെ ബാപ്പയെ കുറിച്ചും ഉമ്മയെ കുറിച്ചും ഒരുപാട് പാട്ടുകൾ എഴുതാൻ എന്നെ പോലുള്ള കലാകാരന്മാർ മുന്നോട്ട് വന്നിട്ട്, അപ്പൊ പാട്ടിൽ മാത്രം ഒതുക്കി തീർക്കേണ്ടതല്ല, നമ്മുടെ എഴുത്തിൽ മാത്രം ഒതുക്കി തീർക്കേണ്ടതല്ല. നമ്മുടെ സ്നേഹം കൊതിക്കുന്ന ആർക്കും അത് വാരിക്കോരി കൊടുക്കും. എത്ര കൊടുത്താലും നഷ്ടപ്പെടാത്തൊരു കാര്യമാണ് സ്നേഹവും അറിവും. അത് നമ്മൾ കൊടുത്താൽ പക്ഷെ തിരിച്ചു കിട്ടിയില്ലേലും കുഴപ്പമില്ല, നമുക്ക് നഷ്ടമൊന്നും വരാൻ വേണ്ടി പോകുന്നത്. മാക്സിമം സ്നേഹിക്കുക, സ്നേഹതീരത്തേക്ക് എത്തുക, സ്നേഹിക്കപ്പെടാൻ വെക്കുന്ന ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കുക. അങ്ങനെ ഒരു ചേർത്ത് പിടിക്കലാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും ഈ ഒരു സിറ്റുവേഷൻ ഒരുക്കിയതിനാണ് ഈ പ്രവർത്തകരായി കൃത്യമായ അഭിവാദം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാം നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ബിസ്മില്ലാ ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വളരെ സന്തോഷം. പൊതുവെ നല്ല മേക്ക് ഉണ്ടാവാറ്, അതാണ് ഇപ്പൊ കളിയാക്കി കൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ഇവിടെ ടീച്ചറിന് എല്ലാവർക്കും ആശംസകൾ. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഉമ്മാന്റെ പാട്ട് സ്നേഹത്തിന്റെ പാട്ട് എല്ലാവരും സമ്മതപ്രകാരം കട്ടിയല്ലേ? ഓക്കെ അല്ലേ? ആയിട്ടില്ല, പിടിച്ചോളി, ഒന്ന് കൈ അടിച്ചോളി. സൃഷ്ടിലോകത്തുണ്ടോ ഉമ്മറത്ത് കാത്തു നിൽക്കും ദൃഷ്ടി വേറെയുണ്ടോ, ഉറങ്ങിടാനാ കൈകളേക്കാൾ നല്ല ശൈലിയുണ്ടോ, ഉറവറ്റാതൊഴുകിടുന്ന കരുണ മനസ്സുണ്ടോ, ഉമ്മയേക്കാൾ സ്നേഹമുള്ള സൃഷ്ടിലോകത്തുണ്ടോ, ഉമ്മറത്ത് കാത്തു നിൽക്കും ദൃഷ്ടി വേറെയുണ്ടോ. നിങ്ങൾ കഴിച്ചു നീ വേണ്ടേ? അമ്മക്കോ എണിക്കാൻ കഴിയൂലേ? ഒന്ന് എണിക്കാൻ കേക്ക് അല്ലേ? കുറെ കേക്ക് കഴിച്ചിട്ട് കുറച്ച് മതിയോ? ഒരു മിനിറ്റ് ആ അതെ അതെ അതെ. നമുക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലോ? ഉണ്ടോ? സാരല്ല. ഈ പ്രോഗ്രാം, ഈ പാട്ടിന്റെ കൂടെ നിങ്ങളെ ഉമ്മയെ ഒന്ന് ഓർക്കണം, നിങ്ങളുടെ ഉമ്മയെ ഒന്ന് ഓർക്കണം. ഓർക്കില്ല എല്ലാവരും? ഓർക്കണം. എന്നിട്ട് അതിലൊരു വേർഡ് ഉണ്ട്, ആ വേർഡ് എല്ലാവരും എന്റെ കൂടെ പാടുമോ? വേർഡ് ഞാൻ പറഞ്ഞേക്കാം. ഉമ്മ മാത്രം. എന്താണ് വേർഡ്? ഉമ്മ മാത്രം. പാടൂലേ? എല്ലാരും കൂടെ പാടൂലേ? ഒന്ന് പറഞ്ഞേ. അപ്പൊ ഉമ്മയെ കുറിച്ചുള്ള ഓർമ്മ, ആ കരുതൽ, ആ സ്നേഹം,
അവരോട് കാണിക്കേണ്ട ആ കാരുണ്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എന്റെ കൂടെ ആ പാട്ട് പാടണം. ഇതിൽ മുഴുവൻ ഉമ്മയുടെ മഹത്വമാണ് പറയുന്നത്. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നത് തന്നെ പുണ്യമാണെന്നാണ് വചനം. ആ ഒരു വചനത്തിലൂടെയാണ് ഈ പാട്ട് പോകുന്നത്. അപ്പൊ പാട്ടിലേക്ക് പാട്ട്. ഓക്കെ, എല്ലാവരും ഓർമ്മയുണ്ടാവോ ആ വേർഡ്? ഉമ്മ മാത്രം, ഉമ്മ മാത്രം. ഓക്കെ, ആ ഡാൻസ് കളിക്കുന്ന എനർജി ഇവിടെ കാണില്ലല്ലോ. ഓക്കെ, നിങ്ങളെ ഫാമിലി ടേബിൾ എത്തിയില്ലേ? നമ്മളൊരു മൊബീന്ന് പറഞ്ഞ അവിടെ പോയി. ഞാന് വീഡിയോ ഇട്ടാലോ? മെൻഷൻ ചെയ്തോട്ടോ. പരിപാടി കഴിഞ്ഞോ? കൊടുത്തിട്ടില്ല അവിടെ ഒക്കെ മടക്കി വെച്ച് പോകും. മടക്കി വെച്ച് പോയി പിന്നെ നടണം വെച്ചു മ്യൂസിക് ഇട്ടിട്ടില്ല. പിന്നെ വി ക്രിയേറ്റേഴ്സിന്റെ ഒരു സ്നേഹ വിരുന്നായിരുന്നു ഇവിടെ കനിവില് നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഏകദേശം 5 പ്രാവശ്യം പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ഇന്ന് വി ക്രിയേറ്റേഴ്സിന്റെ ഏകദേശം 700 ആളടങ്ങനെ ഒരു യൂട്യൂബ് ഫാമിലിയാണ് വി ക്രിയേറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ റാഷിദ് ഭായ് നമ്മളൊരു ആവശ്യം പറഞ്ഞു ഇവിടെ പരിപാടി നടത്തുന്നുണ്ടാകുമ്പോൾ ഇവിടെയുള്ള അച്ഛനമ്മമാർ ഈ ഒരു ഓഡിറ്റോറിയത്തിന് മുമ്പിൽ ഒരു ഉദ്യാനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യാൻ പറ്റും ചോദിച്ചിട്ട് ടോട്ടൽ ബഡ്ജറ്റ് വരുന്നത് 30,000 രൂപയാണ്. എന്ന് വി ക്രിയേറ്റേഴ്സിന് നമ്മുടെ എല്ലാ ചെലവും കഴിച്ചിട്ട് 27,000 രൂപ കൊടുക്കാൻ സാധിക്കും. ഇതുപോലുള്ള ചെറുതും വലുതുമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാൻ വി ക്രിയേറ്റേഴ്സിന് അതിന് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫീന, ബുള്ളറ്റ്മാനോ, മനാഫ്ക എല്ലാവരും ആരെ പേര് മിസ്സാവുന്നില്ല. എല്ലാവരും ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഇത് സാധിച്ചത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ മനാഫ്ക കണ്ടോ. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അധികം നാളായില്ല ഇവിടെ ഒരു ഒത്തുചേരൽ കൂടി. ഈ കൂട്ടത്തിന് ശേഷം ഇവരെല്ലാവരും, കാരണം എന്ന് പറഞ്ഞാൽ ഇതിലാരും വലിയ പണക്കാരായ യൂട്യൂബേഴ്സ് ആരുമില്ല, ഒരു സാധാരണ ആളുകളാണ്. ഓർക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകെ ഇവരെല്ലാവരും കൂടി സ്വന്തം വരുമാനത്തിൽ ഒരു പങ്ക് ഈ ഒരു സ്ഥാപനത്തിലേക്ക്, കാരണം ഈ സ്ഥാപനത്തിൽ അർഹമായ കാര്യമാണ്. ഇവിടെ അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് ആവശ്യമാണ് പണം. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൂട്ടായ്മ എന്നും ഓർക്കപ്പെടും. ആ ഒരു ഉദ്യാനം ആ പ്രായമുള്ള അച്ഛന്മാർക്കും എല്ലാവർക്കും വന്നിരിക്കാനും അതൊരു വലിയ മെസ്സേജാണ്. അതുപോലെ കുറേ കിളികളും പൂമ്പാറ്റകളും അങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പറ്റിയൊരു ഭംഗിയുള്ള ഒരു പൂങ്കാവനം ഉണ്ടാക്കുകയാണ് ഇവർ. അതിന് സാധിച്ചതിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സ്നേഹദീപത്തിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പിന്തുണയും ആശംസകൾ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകാൻ ഇത്തരത്തിലാവണം ഉണ്ടായിരുന്ന കൂട്ടായ്മ. നമ്മൾ മാത്രം വളരുന്നത് കാര്യമില്ല. നമ്മളെ കൂട്ടത്തിൽ നമ്മുടെ സമൂഹം നമുക്ക് ഇങ്ങനെ എല്ലാവരും തിരസ്കരിക്കപ്പെട്ട അമ്മമാരും അച്ഛന്മാരും ഇവരെ കൂട്ടിപ്പിടിക്കാൻ ഈ ഒരു 700 ആൾക്കാർ, പാവപ്പെട്ട 700 ആളുകൾ മുന്നിട്ട് ഇറങ്ങുന്നത് ശരിക്കും എന്താ പറയുക, ഇവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അപ്പോൾ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവരെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. നമ്മളെല്ലാവരും കൂടി ഒരു നല്ലൊരു ബെറ്റർ വേൾഡ് സൃഷ്ടിച്ചെടുക്കണം, മുന്നോട്ടേക്ക് പോവുകയാണ്. ആവശ്യമായിട്ട് മനാഫ്ഖാൻ്റെ ഓഫർ സംഭാഷണങ്ങൾ ഉണ്ടാകാറുള്ളത്.
കാരണം മുന്നേ സാരീന്ത്യൻ്റെ ഒരു ബർത്ത്ഡേ ആയിട്ട് സംബന്ധിച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിച്ച് അത് നമുക്ക് അബ്ദുൽ നിസാക്ക് താമസാക്കില്ലേ ഇപ്പൊ ഒരു കുറെ കാലമായില്ലേ താമസാക്കിയിട്ട് ഒരു വീട് കൊടുക്കാൻ വേണ്ടി സൗജന്യമായിട്ട് അബ്ദുൽ നിസാക്കിൽ എന്ത് വീടാവോ അതുവരെ അബ്ദുൽ നിസാക്ക് രണ്ട് മക്കൾക്ക് താമസിക്കാൻ സൗജന്യമായിട്ട് ഒരു പാർപ്പിട കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ഇന്ന് ഒരു വിദ്യാലയത്തിന്റെ കാര്യം വന്നപ്പം മാഷാ അല്ലാഹ് നമ്മൾ പ്രതീക്ഷയിലേറെ ഒരു ഫുഡിന്റെ ഇവിടുത്തെ ഒരു നേരത്തെ ഭക്ഷണം, അതുപോലെ തന്നെ ഇവരോടൊപ്പം ഒരു നേരം നമ്മൾ പാട്ടും കൂട്ടൊക്കെ ആയിട്ട് കഴിച്ചു കൂടി. അതുപോലെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ വിദ്യാലയത്തിന് വേണ്ടിയിട്ട് 7,000 EPHS നമുക്ക് സംഭാവന കൊടുക്കാൻ പറ്റി. ഇതിന് കൂടെ നിന്നവർക്ക്, സഹായിച്ചവർക്ക്, പ്രവർത്തിച്ചവർക്ക്, സംഘാടകർക്ക്, അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് അരീക്കോട് ഭാഗത്ത് നിന്ന്, അതുപോലെ തന്നെ നമ്മളെ കമ്മിറ്റി എല്ലാവരും ഇവിടെ ഓരോരുത്തരും പേരിട്ട് പറയുന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ വാക്കിൽ ഒതുങ്ങാത്ത നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളും പിന്നെ എന്താ പറയുക സോഷ്യൽ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ഈ കേരള കൂട്ടായ്മക്ക് കുടുംബത്തിൽ സാധിക്കട്ടെ എന്നത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സമാനം അപ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുക്കും. ഗായകനാണ്, എഴുത്തുകാരൻ, എന്താണ് പാട്ട് എഴുത്തുകാരൻ, സംവിധായകനാണ്, എല്ലാം കൂടിയാണ്. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്തതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. ഒരു 2 വാക്കൊന്ന് നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച്. നമ്മുടെ ഗ്രൂപ്പ് മെമ്പറാണ് കേട്ടോ. അതെ അതെ അതെ. വളരെ സന്തോഷം. നിങ്ങളൊരു പ്രോഗ്രാമിൽ ഇവിടെ ഒത്തുചേരുന്നത് ഇതിൽ ഭാഗമാക്കാൻ പറ്റിയ വളരെ സന്തോഷമാണ്. എസ്പെഷ്യലി ഒരുപാട് ഉമ്മമാരെ കണ്ടു. അവരുടെയൊക്കെ മനസ്സിൽ അല്പനേരമെങ്കിലും അവരുടെ ഒരു മകനായിട്ട് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയാമെന്നുള്ള വലിയൊരു ഭാഗ്യമാണ്. നമ്മളെല്ലാവരും ആ ഒരു കാര്യത്തിലാണ് ഒരു മനസ്സിലേക്ക് വരുമാറുന്നത്. ഇങ്ങനെ ഒത്തുചേർന്ന് പല സ്ഥലങ്ങളിലും വേണം നമ്മുടെ ഗ്രൂപ്പ് പല സ്ഥലങ്ങളിലും നിങ്ങളുടെ ഒത്തുചേർന്ന് മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് വി ക്രിയേറ്റേഴ്സ് എന്ന നമ്മുടെ യൂട്യൂബ് കൂട്ടായ്മയോടാണ്. നമ്മുടെ ഈ ഒരു കൂടിച്ചേരൽ സ്നേഹം വീട് എന്നുള്ള നമ്മുടെ ഈ ഒരു സന്നിധിയിലാക്കാൻ പറ്റിയത് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. വർഷത്തിലൊരിക്കലെങ്കിലും നമ്മളെ മക്കളെ കൂട്ടിക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാവർക്കും പ്രായമാവും. ഈ ഒരു അവസരമൊക്കെ നമുക്കും കഴിഞ്ഞു കൂടാനുള്ളതാണ് എന്നുള്ളത് നമുക്കൊരു ഉൾവിളി തോന്നും. എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ കരുതലോടെയൊക്കെ ജീവിക്കുക. പിന്നെ നമ്മൾ ഈ സ്നേഹവീടിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഇവിടെയുള്ള അച്ഛനമ്മമാരെ ഒരു ക്ഷേമം അറിയിക്കാതെ സന്തോഷത്തോടെ അവരെ പോറ്റുന്ന എല്ലാവർക്കും നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. കനിവ് സ്നേഹതീരത്തിലേക്ക്